ഹലോ, വെൽക്കം ടു അച്ചൂസ് പാരഡൈസ്. ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നമുക്കൊരു വെറൈറ്റി ബിരിയാണി ഉണ്ടാക്കിയാലോ? ചിക്കൻ 65 ബിരിയാണി. ഒരു ഹൈദരാബാദി സ്റ്റൈലിലാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ആദ്യം നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാം. 1 കിലോ ചിക്കനിലേക്ക് ഒരു കോഴിമുട്ടയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീരും 1 ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതൊരു 30 മിനിറ്റ് എങ്കിലും നമ്മൾ മാറ്റി വയ്ക്കണം. സമയമുണ്ടെങ്കിൽ 2 മണിക്കൂർ വരെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ ബിരിയാണിയിലേക്ക് നമ്മൾ ഉള്ളി പൊരിച്ചാണ് ചേർക്കുന്നത്, വഴറ്റിയിട്ടല്ല. അതിനായിട്ട് ഒരു 3 വലിയ സവാള നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വറുത്തെടുക്കാം. ഈ എണ്ണയിൽ തന്നെ നമുക്ക് അടുത്തതായിട്ട് ചിക്കനും വറുത്തെടുക്കാം. ചിക്കൻ 65-നുള്ള ചിക്കൻ വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വറുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് റൈസാണ്. റൈസിനായിട്ട് ഒരു പാത്രത്തിൽ നിറയെ വെള്ളം വയ്ക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, വയനയില എന്നിവ ചേർക്കാം. 1 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകവും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ എണ്ണയും ചേർക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് 2 കപ്പ് അരി കുതിർത്തിട്ട് ഇടാം. 1 മണിക്കൂർ കുതിർത്തിട്ടുണ്ട് അരി ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അതിനായിട്ട് 2 ടീസ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂണോളം നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂണ് പച്ചമുളക് ചതച്ചതും ചേർക്കാം. ഇനി നന്നായി പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സവാള ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കാം. വേറെ മസാലകളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇനി വറുത്ത ചിക്കനും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് മല്ലിയിലയും ആവശ്യത്തിന് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടാവും. ഒരു 90% വേവാകുമ്പോൾ നമുക്ക് ചോറ് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്ത റൈസ് നമ്മൾ ചിക്കൻ്റെ മേലേക്ക് ഇടാം. ചോറിന് മുകളിലായിട്ട് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരിയും നെയ്യിൽ വറുത്തെടുത്തതും ഇടാം. ഇനി 1 ടീസ്പൂൺ നെയ്യും 1 നുള്ള് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇത് ചെയ്ത പോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും നട്ട്സ് വറുത്തതും വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ ബിരിയാണി എസൻസാണ് ചേർക്കേണ്ടത്. 1 നുള്ള് ഗരം മസാലയും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കളറിനായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ചാലിച്ചതും റെഡ് ഫുഡ് കളറുമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഒരു ഫോയിൽ കൊണ്ട് മൂടി മേലെ വെയിറ്റ് വെച്ച ശേഷം ഒരു 20 മിനിറ്റോളം നമുക്ക് ദമ്മിന് വയ്ക്കാം. മിനിറ്റിന് ശേഷം നമ്മുടെ ബിരിയാണി റെഡിയാണ്. നല്ല അടിപൊളി ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈറ്റ് മസാല ഇഷ്ടമുള്ളവരെല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഹൈദരാബാദി സ്റ്റൈലിലാണ് ഞാൻ ഈ ബിരിയാണി വെച്ചിരിക്കുന്നത്. എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. താങ്ക് യു.